പ്രഭാതം ഫലഭൂഷ്ടമായൊരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ നമ്മൾ ക്വാളിറ്റിയുള്ള വിത്തുകൾ വിതയ്ക്കുമ്പോഴാണ് പ്രദോഷത്തിൽ നല്ല ക്വാളിറ്റിയുള്ള പൂക്കൾ വിരിയുന്നത്. ആ ഫലഭൂഷ്ടമായ പൂന്തോട്ടത്തിൽ നമ്മൾ ഫലപ്രാപ്തിയില്ലാത്ത വിത്തുകൾ വിതയ്ക്കുകയാണെങ്കിൽ പ്രദോഷത്തിൽ നമുക്ക് കരിഞ്ഞ് ഉണങ്ങിയ വാടിയ പൂക്കളായിരിക്കും നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുക. അറബിയിലൊരു പഴഞ്ചൊല്ലുണ്ട്, നൗമത്ത് സുബഹി തൂരിസുൽ ഫഖറ. സുബഹി നിസ്കാരാനന്തരം അല്ലെങ്കിൽ പ്രഭാത സമയത്ത് നമ്മൾ വെറുതെ സമയം കളഞ്ഞ് ഉറങ്ങി സമയം കളയുകയാണെങ്കിൽ നമുക്ക് ഫഖറിനെ, അതായത് ദാരിദ്ര്യത്തെ അനന്തരമായി ലഭിക്കുമെന്ന്, സമ്മാനമായി ലഭിക്കുമെന്ന്. ഈ ദാരിദ്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, നമ്മളെ മാനസിക ദാരിദ്ര്യവും. നല്ല 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 ചിന്തകൾ നമ്മളെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുകയില്ല, നല്ല നല്ല ആലോചനകൾ ഉണ്ടാവുകയില്ല, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജോലിയിൽ പ്രശോഭിക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു ദാരിദ്ര്യം കൂടി നമുക്കുണ്ടാവും. അതുകൊണ്ട് നമ്മളെ പ്രഭാത സമയം നല്ല രീതിയിൽ, ആ ഗോൾഡൻ ടൈമിനെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഉണ്ടാകുന്ന ഗോൾഡൻ ടൈമിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് പുതിയ തലമുറ, പ്രഭാതത്തിൽ ചെയ്യുന്ന മഹാവിഡ്ഢിത്തമാണ്, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു വിഡ്ഢിത്തമാണ് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഉണർന്നാൽ നേരെ സോഷ്യൽ മീഡിയയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ആവാം, യൂട്യൂബിലെ ന്യൂസുകൾ കാണലാവാം, യൂട്യൂബിൽ മറ്റ് വീഡിയോകളാവാം, ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകൾ കാണലാവാം, ഫേസ്ബുക്കിലെ സെർച്ചിങ് ആവാം, അങ്ങനെ എന്തോ ആകട്ടെ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ നല്ല സമയമാണ്, നമ്മുടെ മനസ്സിന് നൽകേണ്ട നല്ല നല്ല ആലോചനകൾ നൽകേണ്ട സമയമാണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. ഈ പ്രഭാത സമയത്തെക്കുറിച്ച് നമ്മൾ ഏതൊരു ചിന്തകന്മാരുടെ അടുത്ത് പോയാലും, ദാർശനികന്മാരുടെ അടുത്ത് പോയാലും, മതഗ്രന്ഥങ്ങൾ പരതിയാലും നമുക്ക് ഈ പ്രഭാത സമയത്തെ അവർ വർണ്ണിച്ചതായി കാണാം. അത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത്, അതിനനുസരിച്ചായിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ജയവും പരാജയവും ഉണ്ടാവുക. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ പ്രഭാത സമയങ്ങളെ വളരെ മനോഹരമായിട്ട്, ആ ഗോൾഡൻ ടൈമിനെ മനോഹരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വലിയൊരു വിജയം ഉണ്ടാകും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.